വല്യമ്മേ, ഇത്തവണ തിരുവോണത്തിന് ഗൾഫിൽ നിന്ന് ആരൊക്കെയാ വരണേ? എന്റെ മോളെയും ഉണ്ണിക്കുട്ടനെയും ഈ മണ്ണിലടക്കിയ അന്ന് മുതല് എനിക്ക് എന്നും ഒരുപോലെയല്ലേ. ആരും വരണ്ട. ഉഷയും അവളുടെ കുറെ കൂട്ടുകാരും, അത് മതി എനിക്ക്. എന്തിനാ ഇപ്പൊ അതൊക്കെ ഓർത്ത് വിഷമിക്കണേ? ഒക്കെ വിധിയാണെന്ന് അങ്ങോട്ട് വിചാരിക്കുക. എന്റെ കണ്ണടയണേനു മുമ്പ് എന്റെ കുട്ടികൾക്കൊരു വഴി കാട്ടിക്കൊടുക്കണേ എന്റെ ദേവരേ. ജോളി, വീട്ടിലാരും ഇല്ലേ മോനെ? അമ്മ പണിക്ക് പോയി. അപ്പച്ചനോ? അപ്പച്ചൻ മരിച്ചുപോയി. വാ, ചേച്ചിയും കൂടാൻ പുല്ല് പറിക്കാൻ. മോനെ, എന്താ ഈ ആടിന്റെ പേര്? അമ്മിണി. മോൻ വല്ലതും കഴിച്ചോ? ഇല്ല. ചേച്ചി മോനെ വിളിക്കാൻ വന്നതാ. എങ്ങോട്ട്? മോനെ കാണാൻ. എന്റെ മുത്തശ്ശി കാത്തിരിക്കുന്നുണ്ട്. പോവാം. അയ്യോ, ഞാനില്ല. അമ്മ വരുമ്പോ എന്നെ കണ്ടില്ലെങ്കി വിഷമിക്കും. അമ്മ എപ്പോ വരും? ഇരുട്ടാവും. അമ്മ വരും മുമ്പ് തിരിച്ചു വരാം, പോരെ? വേഗം വരാം മോനെ. ശരി, ഞാൻ അമ്മിണിയെ കൂട്ടിക്കെട്ടട്ടെ. അമ്മിണി, വാ മോനെ. എന്റെ ദേവരേ, ഞാൻ കാണണത് സത്യാണോ? ഗായത്രി, ഗായത്രി. എന്താ വല്യമ്മേ? ഒന്നിങ്ങട് വരിക. ആരാ വന്നിരിക്കണേ നോക്ക. മുത്തശ്ശി, ഞാൻ പറഞ്ഞിരുന്നില്ലേ? എനിക്ക് അന്ന് കണ്ടപ്പോ ഒട്ടും വിശ്വസിക്കാനായില്ല. കുട്ടൻ ഇവിടെ ഇരിക്കുക. എവിടെയാ കുട്ടന്റെ വീട്? കൗങ്ങുംപാടത്തിനടുത്താ. എന്തൊക്കെയായി കാണണേ? എന്തൊരു മായാവിലാസങ്ങളാണ് എന്റെ തേവരെ. അമ്മ വരണേന് മുമ്പ് കൊണ്ടുവന്നാക്കാന്ന് പറഞ്ഞിട്ടാ ഞാൻ കൂട്ടിക്കൊണ്ടു പോന്നത്. നന്നായി, ഒന്ന് കാണാൻ പറ്റിയല്ലോ. മോളെ, എന്താ ഉണ്ണിക്കുട്ടിന് കുടിക്കാൻ കൊടുക്കുക? ഉണ്ണിക്കുട്ടന് കഴിക്കാൻ നല്ല പാൽപ്പായസം ഉണ്ടാക്കാട്ടോ. കുട്ടനെ വീടൊക്കെ ഒന്ന് ചുറ്റിക്കാണിക്കൂ. കുളത്തിലും തൊടിയിലും കൊണ്ടുപോണ്ട. ഞാൻ ഇപ്പൊ വരാട്ടോ. അതെ, നമുക്ക് ചേച്ചിയുടെ മുറിയിൽ പോവാം. വാ. ഇതെന്താ ചേച്ചി? അതറിയോ ഉണ്ണിക്കുട്ട? ഈ അറയിൽ എന്താ? ഇപ്പൊ അതിലൊന്നുമില്ല മോനെ. ഓ, എന്ത് വലിയ വീടാ ചേച്ചിയുടെ. ആ കല്ലെന്തിനാടോ വച്ചിരിക്കുന്നേ? അയ്യോ, അങ്ങനൊന്നും പറയരുത്. ഈ വീട്ടിലെ തേവരാ അത്, മോന്റെ കർത്താവിനെ പോലെ. വാ, നമുക്ക് മോളിലേക്ക് പോവാം. എന്താണെന്ന് അറിയില്ല വല്യമ്മേ, എനിക്കങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റണില്ല. എല്ലാം ഇന്നലെ കഴിഞ്ഞ പോലെ തോന്നുന്നു. ഇടയ്ക്കൊക്കെ ഒന്ന് കാണാൻ കഴിഞ്ഞാ മതിയായിരുന്നു, ഒരു സമാധാനത്തിന്. അത്രേ ഉള്ളൂ. നീ എടുത്ത് കുടിച്ചോളൂ. ഉണ്ണിക്കുട്ട, എന്താ ആലോചിച്ച് നിക്കണേ? മോന് വേണ്ടി വാങ്ങി വെച്ചതാ. എന്റെ ഫോട്ടോ എങ്ങനെ ഇവിടെ വന്നേ? അത് മോനെ പോലെ ചേച്ചിക്ക് ഒരു അനിയനുണ്ടായിരുന്നു. ഉണ്ണിക്കുട്ടാ, ഉണ്ണിക്കുട്ടാ. ദേ മുത്തശ്ശി വിളിക്കുന്നു. വാ പോവാം. ഉണ്ണിക്കുട്ടൻ വരിക. ഇങ്ങടെ ഇരിക്കൂ. കുട്ടൻ ഇത് കഴിച്ചോളൂ. മോളും കുടിച്ചോളൂ. ഉണ്ണിക്കുട്ടന് ഉടുപ്പൊക്കെ ഇഷ്ടായോ?
ഉണ്ണിക്കുട്ടന് പായസം ഇഷ്ടായോ? കുറച്ചുകൂടെ കഴിക്കട്ടെ? വേണ്ട, മതി. ചേച്ചി, എനിക്ക് പോണം. അമ്മ വരാറായി. അത്രയ്ക്ക് തിരക്കായോ? ഇപ്പൊ വന്നേലേ ഉള്ളൂ. നിന്റെ കൂട്ടൻ നാളെയും വരണം കേട്ടോ. ദേവരെ പ്രാർത്ഥിച്ചിട്ട് പൊയ്ക്കോളൂ. നിന്റെ കൂട്ടന് നല്ലതേ വരൂ. വരൂ. ചതിച്ചല്ലോ എന്റെ ദേവരെ, നാഗത്താമാരെ, മാപ്പാക്കണേ, പുറത്ത് കടത്തുക ഈ മാപ്പിള കുട്ടിയെ. അശുദ്ധാക്കിയില്ലേ ഈ തറവാട്? എന്റെ പരദൈവങ്ങളെ, മാപ്പാക്കണേ, കൊണ്ടുപോയി അശുദ്ധീകരത്തിന് കൊണ്ടുപോകാൻ. കൊണ്ടുപോകാനാ പറഞ്ഞേ. അതിന് ഇനി ഞാൻ തന്നെ വേണമെന്നുണ്ടോ? കടന്നു പോവാൻ ഏത് കരികാലത്താണോ എന്റെ ദേവരെ ഈ അശുദ്ധങ്ങൾ വന്ന് കയറിയേ? എന്താ? എന്തു പറ്റി മോനെ? നീ എവിടെയാ പോയിരുന്നേ? പറയൂ മോനെ, എവിടെയാ പോയിരുന്നേ? തെക്കേർമഠത്തില്. ആരുടെ കൂടെ? അവിടുത്തെ ചേച്ചിയുടെ കൂടെ. മോനെന്തിനാ കരയുന്നേ? കുട്ടി ഏതാ? തെക്കേർമഠത്തിലെയാ. ഇവൻ എന്തിനാ മോളെ കരയുന്നേ? അത് മുത്തശ്ശി വഴക്ക് പറഞ്ഞേനാ. മോനെ വിളിച്ചോണ്ട് പോയതിനാണോ? ഏയ്, അതിനൊന്നും അല്ല. വെറുതെയാ. വാ, വീട്ടിൽ കയറിട്ട് പോം. മോളിരിക്കെ. എന്താ ഇത്? അത് ഞാൻ ജോലിക്ക് വേണ്ടി വാങ്ങിയ ഒരു ഷർട്ടാ. അയ്യോ, അത് വേണ്ടായിരുന്നു. ഇവ മോളെ ബുദ്ധിമുട്ടിച്ചോ? മോളെ എന്നെ തെറ്റിദ്ധരിക്കരുത്. എന്റെ മോൻ എന്തിനാ കരഞ്ഞത്? അവൻ ആരെങ്കിലും വഴക്ക് പറഞ്ഞോ? കുട്ടി എന്തിനാ വിഷമിക്കുന്നത്? എന്താ ഇത് മോളെ? ജോളിയെ കണ്ടപ്പോ മുതല് എനിക്കെന്റെ ഉണ്ണിക്കുട്ടിനെ ഓർമ്മ വന്നത്. അതേ മുഖം, അതേ രൂപം. കുളത്തിന്ന്
കുട്ടിയെ വലിച്ചു കയറ്റണ കണ്ടപ്പോ എന്റെ ഉണ്ണിക്കുട്ടനാണെന്ന് ഞാൻ കരുതിയത്. ആരാ ഉണ്ണിക്കുട്ടൻ? എന്റെ അനിയനാ. ആ കുട്ടി ഇപ്പൊ എവിടെയുണ്ട്? പോയി. 1.5 വർഷം മുമ്പ് ഒരു കാർ ആക്സിഡന്റില് അവനെ ഒറ്റയ്ക്ക് വിടാൻ പറ്റാത്തോണ്ടാവാം അമ്മയും ഡാഡിയും കൂടെ പോയത്. ഞാൻ അറിയാതെ ചോദിച്ചു പോയതാ. ഞാന് മോനെ വിളിച്ചോണ്ട് പോയത്. തറവാട്ടിൽ അയിത്തവും തൊട്ടുകൂടായ്മയും ഇന്നും ഉണ്ടെന്ന് സിറ്റിയിൽ ജനിച്ചു വളർന്ന എനിക്ക് അറിയില്ലല്ലോ ചേച്ചി, അതും കുട്ടികളോട്. മുത്തശ്ശി വഴക്കു പറഞ്ഞു. ജോളിയെ കൂട്ടിയിട്ട് ചെന്നേന്. ഞാൻ വല്ലപ്പോഴും വന്ന് ഇവനെ ഒന്ന് കണ്ടോട്ടെ ചേച്ചി, മനസ്സിന്റെ ഒരു ആശ്വാസത്തിന് വേണ്ടിട്ടാ. മോള് എപ്പോ വേണമെങ്കിലും വന്നോളൂ. മോനെ, ചേച്ചി പോട്ടെ. വരട്ടെ ചേച്ചി. കുട്ടാ, സൂക്ഷിക്കണം കേട്ടോ. ദൂരത്തേക്ക് പോണ്ട, കേറിക്കോളൂ. പരിചയമില്ലാത്ത വെള്ളാണ് കുട്ടിയെ, നീരിളക്കം പിടിക്കും. ഉണ്ണി, 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 ഉണ്ണിക്കുട്ടാ, ഉണ്ണിക്കുട്ടാ, ഉണ്ണി, ഉണ്ണിക്കുട്ടാ. വല്യമ്മേ, എന്തു പറ്റി? വല്യമ്മേ, കുറച്ച് വെള്ളം തരൂട്ടിയേ. ചേച്ചിയമ്മേ, മുത്തശ്ശിക്ക് എന്തു പറ്റി? കുറച്ച് വെള്ളം എടുക്ക. അതൊക്കെ എന്റെ കുട്ടികളുടെ അമ്മാവിന് ശാന്തി കിട്ടില്ല എന്നുണ്ടോ എന്റെ തേവരെ? ഈ ജന്മത്തില് 7 ജന്മത്തിന്റെ ശാന്തി ഞാൻ ചെയ്തില്ലേ തേവരെ? എന്നിട്ടും എന്താ മുത്തശ്ശി, എന്തൊക്കെയായി പറയണേ? കുട്ടി പോയി കിടന്നോളൂ, ഉറക്കൊഴിക്കണ്ട. ഇല്ല, ഞാൻ എങ്ങോട്ടും പോണില്ല, ഇവിടെ തന്നെ കിടന്നോളാം. വാശി പിടിക്കണ്ട കുട്ടിയെ, മുജ്ജന്മശിഷ്ടം. ബാക്കിയുള്ള ജീവിതമാണ് കുട്ടിയെ ഈ മുത്തശ്ശിയുടെ. എന്താ വല്യമ്മ ഇങ്ങനെയൊക്കെ പറയണേ? വല്ലായ്മ വല്ലതുണ്ടോ ആവോ? മരുന്ന് കൊടുത്തോ ചേച്ചിയമ്മേ? ഇന്ന് ആഹാരം കൂടി കഴിച്ചിട്ടില്ല. എന്താ മുത്തശ്ശി, മോളൂട്ടി ഒന്നും നിരീക്ഷിച്ചിട്ടല്ല ആ കുട്ടിയെ വിളിച്ചോണ്ട് വന്നത്. ഞാൻ ചെയ്തത് തെറ്റായ മുത്തശ്ശി? മോളോട് മുത്തശ്ശി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് കരുതിക്കോളൂ. എന്തൊക്കെയോ ഉള്ളിന്റെ ഉള്ളിലൊരു പേടി. ഞാനൊരു സ്വപ്നം കണ്ടതാ എന്റെ കുട്ടിയെ. മോൾ ഇന്ന് എന്റെ കൂടെ ഉറങ്ങിക്കോളൂ. ഞാൻ കുട്ടിയോട് നീരസായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ഓവോ ശംഭുവേ ദേവരേ.